ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ESM സീരീസിൽ തെർമോഡൈനാമിക്സിന്റെ ഒരു വളരെ കുട്ടി ഇക്വേഷൻ ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതായത് ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രോബ്ലംസ്. ഓക്കെ അല്ലേ? പറഞ്ഞ ആരും മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഇക്വേഷൻ എവിടുന്നാ വന്നേ, എങ്ങനെയാ വന്നേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് നമ്മുടെ ഡെൽറ്റ എച്ചിൻ്റെ നോർമൽ ഇക്വേഷൻ ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിൽ നമ്മൾ ആ പി വിക്ക് പകരം പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഗ്യാസ് ലോയിൽ നിന്ന് ഓക്കെ, സോ പി വിക്ക് പകരം പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് പി വിക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എൻ ആർ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന് കിട്ടും. ഓക്കെ, അതിൽ ആറും ടിയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. സോ ചേഞ്ച് ഇൻ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരൊക്കെ ഡെൽറ്റയ്ക്ക് ഔട്ട് ആകും. സോ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന് കിട്ടും. ഓക്കെ, വേർ ഡെൽറ്റ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു n is the number of moles. അതുപോലെ തന്നെ നമ്മൾ ഈ ഇക്വേഷൻ കൊണ്ടുവന്നത് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഗ്യാസ് ലോയിൽ നിന്നാണ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് മാത്രമാണ് ഇവിടെ നമുക്ക് എന്താവുക? ആപ്ലിക്കബിൾ ആകുക. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ഇക്വേഷൻ വാസ് മോഡിഫൈഡ് ലൈക്ക് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഓക്കെ അല്ലേ? സോ ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് വരാവുന്ന കുറച്ച് പ്രോബ്ലംസ്. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. ഫോർ ദി following reaction at 300 Kelvin, A2 plus 3B2 gives 2AB3. The enthalpy change is 15 kilojoules. Then the internal energy change is. Okay. So basically direct substitution ആണ്. Delta H is equal to delta U plus delta NGRT എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിൽ നമുക്ക് ഡെൽറ്റ എച്ച് തന്നിരിക്കുന്നു, ദാറ്റ് ഈസ് 15 kilojoules. ഡെൽറ്റ യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ എൻ ജി നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഡെൽറ്റ എൻ ജി കണ്ടുപിടിക്കാനായിട്ട് അവർ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ ഡെൽറ്റ എൻ ജി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടു കാൽക്കുലേറ്റ് ഡെൽറ്റ എൻ ജി, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ് ആണ് ചെയ്യേണ്ടത്. സോ ഗേഷ്യസ് പ്രോഡക്ട്സിൻ്റെ ഇതെല്ലാം ഗ്യാസസ് ആണ് കേട്ടോ. സോ ഗേഷ്യസ് പ്രോഡക്ട്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ഗേഷ്യസ് പ്രോഡക്ട്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2. ഓക്കെ, ഗേഷ്യസ് റിയാക്റ്റൻസിൻ്റെ എണ്ണം എത്രയാണ്? ഗേഷ്യസ് റിയാക്റ്റൻസിൻ്റെ എണ്ണം 3 + 1 4. സോ ബേസിക്കലി ഡെൽറ്റ എൻ ജി നിങ്ങൾക്ക് എത്ര കിട്ടും? ബേസിക്കലി നിങ്ങൾക്ക് ഡെൽറ്റ എൻ ജി -2 എന്ന് കിട്ടും. ഓക്കെ, സോ ഡെൽറ്റ എൻ ജി ഈസ് -2. ആറിൻ്റെ വാല്യൂ 8.3 ജൂൾ. ടെമ്പറേച്ചർ ഈസ് 300 കെൽവിൻ. ഓക്കെ, ജൂളിലാണ് വരുന്നത് കേട്ടോ. ആറിൻ്റെ വാല്യൂ വരുന്നത് ജൂളിലാണ് വരുന്നത്. സോ ഇവിടെ കിലോ ജൂളാണ്. സോ ബേസിക്കലി നമ്മൾ രണ്ടിനെ ഒന്നുമില്ല കിലോ ജൂൾ ആക്കണം, അല്ല രണ്ടിനെ ജൂൾ ആക്കണം. ഞാനിപ്പോൾ രണ്ടിനെയും ജൂൾ ആക്കുവാണ് കേട്ടോ. സോ കിലോ ജൂളിനെ ജൂളാക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 15,000 ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് അല്ലേ, -2 × 8.3 × 300 എന്ന് കിട്ടും. സോ ബേസിക്കലി ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് 15,000 പ്ലസ് 2 × 8.3 × 300 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിനെ സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ ആൻഡ് യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ഓക്കെ, അത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം കിട്ടും ആൻഡ് യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഇക്വേഷൻ. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു തരം ചോദ്യം നമുക്കിവിടെ കിട്ടാവുന്നത് ഇതാണ്. ചോദ്യം ഇങ്ങനെയാണ്: അസ്യൂം ഈച്ച് റിയാക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ആൻ ഓപ്പൺ കണ്ടെയ്നർ. ഫോർ വിച്ച് റിയാക്ഷൻ വിൽ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു? ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഡെൽറ്റ യുവിന് പകരം പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. കൺഫ്യൂസ്ഡ് ആവേണ്ട, ഡെൽറ്റ യുവും ഡെൽറ്റ യു ഒക്കെ സെയിം ആണ് കേട്ടോ. സോ ഡെൽറ്റ എച്ച് ഡെൽറ്റ യു ആകുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. ഇതുപോലത്തെ ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, ഡെൽറ്റ എച്ച് എപ്പോഴാണ് ഡെൽറ്റ യുവിനേക്കാൾ കൂടുതലായിരിക്കുന്നത്? ഡെൽറ്റ എച്ച് എപ്പോഴാണ് ഡെൽറ്റ യുവിനേക്കാൾ കുറവായിരിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദ്യം വരാം. ഓക്കെ, അങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരം എഴുതണ്ടേ? എടാ മക്കളെ, നമ്മുടെ മറ്റേ ഇക്വേഷൻ ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി, ഈ ഇക്വേഷനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഉത്തരം പറയേണ്ടത്. അതായത് വെൻ ഡെൽറ്റ എൻ ജി ഈക്വൽ ടു 0, ഡെൽറ്റ എൻ ജി 0 ആയാൽ, ഡെൽറ്റ എൻ ജി ഈക്വൽ ടു 0 ആയാൽ ഈ മൊത്തം ടേം എന്തായി? മൊത്തം ടേം 0 ആയി. അതായത് നമ്മുടെ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു ആയി.
Okay, so when delta H becomes delta H is equal to delta U, when delta H is equal to delta U, when delta Ng equal to 0. Okay, delta Ng 0 ആകുമ്പോഴാണ് delta H delta U നോട് ഈക്വൽ ആകുന്നത്. ഇനി what happens when delta Ng is negative? ഡെൽറ്റ എൻ ജി നെഗറ്റീവ് ആണെങ്കിലോ? ഡെൽറ്റ എൻ ജി നെഗറ്റീവ് ആകണമെങ്കിൽ അപ്പം നിങ്ങൾക്ക് കാണാം ഡെൽറ്റ യു മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി എന്ന് വരും. അതായത് ഡെൽറ്റ എച്ച് ഹാസ് എ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ യു. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇഫ് ഡെൽറ്റ എൻ ജി ഇസ് പോസിറ്റീവ്? ഡെൽറ്റ എൻ ജി പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡെൽറ്റ എൻ ജി പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി എന്ന് വരും. അപ്പോൾ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ യു. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് നമ്മളോട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. പറഞ്ഞ സാധനം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു വരണമെങ്കിൽ ഡെൽറ്റ എൻ ജി മസ്റ്റ് ബി ഈക്വൽ ടു 0. ഡെൽറ്റ എച്ച് ലെസ് ദാൻ ഡെൽറ്റ യു വരണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എൻ ജി മസ്റ്റ് ബി നെഗറ്റീവ്. ഇനി ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ യു വരണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എൻ ജി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ്. ഡെൽറ്റ എൻ ജി എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്കൊന്ന് നോക്കാം ആരുടേതാണ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു വരിക എന്ന്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു വരണമെങ്കിൽ ഡെൽറ്റ എൻ ജി എങ്ങനെയായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന 2 ആണ്. നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ് എന്ന് പറയുന്ന 3 ആണ്. സോ യു വിൽ ഗെറ്റ് -1 as delta Ng. സോ ഇവിടെ ഒരിക്കലും ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ ഇ ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ എച്ച് അല്ല. അടുത്തത് നോക്കിക്കേ, നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് 2 ആണ്. നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസും 2 ആണ്. സോ 2 - 2 0 കിട്ടി. സോ ഓപ്ഷൻ 2 ഈസ് യുവർ ആൻസർ ഇൻ വിച്ച് ദാറ്റ് ഡെൽറ്റ എൻ ജി ഈക്വൽ ടു 0. ഫോർ എനി റിയാക്ഷൻ ഇൻ വിച്ച് ഡെൽറ്റ എൻ ജി ഈക്വൽ ടു 0, ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു. ഓക്കെ അല്ലേ? സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് അതിപ്പം ഇത് തന്നെയല്ല, ഡെൽറ്റ യു എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു തന്നെ ചോദിക്കണമെന്നില്ല. ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാനോ ഡെൽറ്റ എച്ച് ലെസ് ദാനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മളോട് ചോദിക്കുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇപ്രകാരമാണ്: സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഫോർ വാട്ടർ അറ്റ് 100 degrees Celsius is 40.66 kilojoule per mole. The internal energy of vaporization of water at 100 degrees Celsius is എത്രയാണെന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഡെൽറ്റ എച്ച് അവർ തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് 40.66 കിലോ ജൂൾസ്. ഓക്കെ, ദെൻ ഇൻറ്റേർണൽ എനർജിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വേറെ ഒന്നും തന്നിട്ടില്ല. നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? എന്താണ് പറഞ്ഞിരിക്കുന്നത്? എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. എന്താണ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ? വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സാണ് വേപ്പറൈസേഷൻ. സോ നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് 1 mole ഓഫ് എ ലിക്വിഡ് ഇൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ നിങ്ങൾക്കറിയാം 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ആണ് അല്ലേ? സോ 1 mole ലിക്വിഡ് 1 mole ഗ്യാസ് ആവുന്ന പ്രോസസ്സാണ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് H2O ലിക്വിഡ് ഈസ് ബിക്കമിങ് H2O ഗ്യാസ്. അതാണ് നമ്മുടെ പ്രോസസ്സ്. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എടുക്കണം? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി എന്നെടുക്കണം. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് നമ്മുടെ ഇക്വേഷൻ നമ്മളിവിടെ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് തന്നത് കാരണം നമ്മുടെ ഇക്വേഷൻ മാത്രം നമ്മളൊന്ന് എഴുതിയെടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ വ്യത്യാസം. ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതിയെടുക്കേണ്ടത്. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ആണ് 1 mole ലിക്വിഡ് ഗ്യാസ് ആവുന്നതാണ്. ചിലപ്പോൾ സബ്ലിമേഷൻ തരാം, ചിലപ്പം എന്ത് തരാം, ഫ്യൂഷൻ തരാം. ഏത് തന്നാലും ഈ രീതിയിൽ എഴുതിയെടുത്താൽ മതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി എന്ന് കിട്ടും. ഓക്കെ, 6 എത്ര എടുക്കണം? 8.3 എടുക്കണം. ടെമ്പറേച്ചർ 373 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 273 ആയിട്ട് ആഡ് ചെയ്താൽ 373 എന്ന് കിട്ടും. സോ ഡെൽറ്റ എച്ച് 40.66 കിലോ ജൂളാണ്. നമുക്കറിയാം 8.3 ജൂളിലാണ് വന്നിരിക്കുന്നത്. സോ ബേസിക്കലി കിലോ ജൂളിനെ ജൂളാക്കി മാറ്റണം. ദാറ്റ് ഈസ് 40660. ഓക്കെ, അതാണ് നിങ്ങളുടെ എൻതാൽപ്പിയുടെ വാല്യൂ. മൈനസ് ഡെൽറ്റ എൻ ജി എത്രയാണ്? ഒരൊറ്റ ഗേഷ്യസ് പാർട്ടിക്കിളേ ഉള്ളൂ പ്രോഡക്ട്സിൽ, റിയാക്റ്റൻസിലില്ല. സോ ബേസിക്കലി ഡെൽറ്റ എൻ ജി 1 കിട്ടും. R എന്ന് പറയുന്നത് 8.3, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 373. വെൻ യു സോൾവ് ദിസ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ യു. ഓക്കെ അല്ലേ? ചെയ്തത് മനസ്സിലായിട്ടില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ഡാ മക്കളെ. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. ബൈ.